ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് ഫിസിക്കലാണെന്ന് വിചാരിക്കുന്ന കിഴങ്ങേശ്വരന്മാരാണല്ലോ പടച്ചോനേ ബിഗ് ബോസിനകത്തുള്ളത്. എനിക്ക് വയ്യ. ഇമാതിരി മണ്ടന്മാര് പലതരം മണ്ടന്മാരെ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് ടാസ്ക് ലെറ്ററിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല, റേസിംഗ് ടാസ്ക് അല്ല. എടാ, തലച്ചോറിനകത്ത് വല്ല ഉണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാനുള്ള ടാസ്കാണ് കിഴങ്ങന്മാരെ എന്ന് ബിഗ് ബോസ് പലതവണ പറയുകയും ടാസ്ക് ലെറ്ററിൽ എഴുതി വെണ്ടയ്ക്ക അക്ഷരത്തിൽ വയ്ക്കുകയും ചെയ്തിട്ടും അവിടെയുള്ള കിഴങ്ങേശ്വരന്മാരിൽ പലർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നോടി ചാടി മറിഞ്ഞ് പിടിച്ച് വലിച്ച് ഇതിൻ്റെ ഇടയിൽ തലകറങ്ങി വീഴുന്നു. അനീഷിനൊക്കെ ശ്വാസം മുട്ടി. അനീഷിനെ എല്ലാവരും കൂടെ അനീഷിൻ്റെ പുറത്തൂടെ ചാള അടുക്കുന്ന പോലെ പോയി കിടന്ന് അനീഷിന് ശ്വാസം മുട്ടി ഒരു മൂലയിൽ അവിടെ കിടപ്പുണ്ട്. അതുപോലെ രേണു സുധി അവസാനം തലകറങ്ങി വീണു. തൊപ്പി വെച്ചോണ്ട് കിടന്ന എല്ലാത്തിൻ്റെയും ഞെട്ടും ബോൾട്ടും ഒക്കെ ഊരി കിടക്കുകയാണെന്നാണ് തോന്നുന്നത്. എല്ലാത്തിനും പണി കിട്ടിയിരിക്കുകയാണ് അവിടെ. അമ്മാതിരി ഫിസിക്കലായിട്ടാണ്. ഇവർക്കൊന്നും ഒരു ബുദ്ധിയില്ലേ? ഇവർ ബിഗ് ബോസ് കണ്ടിട്ട് തന്നെയാണ് അതിനകത്ത് കയറി പോയത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പ്ലാൻ ചെയ്ത് ബുദ്ധിപരമായി തന്ത്രപരമായിട്ട് അടിച്ചു മാറ്റിയും അല്ലെങ്കിൽ നൈസിനെ മുക്കിയും ഒക്കെ കളിക്കേണ്ട ഒരു ഗെയിമാണ്. അല്ലാതെ ബലം പ്രയോഗിച്ച് അക്ബറും ഷാനവാസും കൂടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആർക്ക് തടയാൻ പറ്റുമോ അവിടെ? അവിടെ എല്ലാവരും, ഞാൻ ആരെയും പേരെടുത്ത് പറയല്ല, ഇത് അങ്ങനെ ബലപ്രയോഗത്തിലൂടെ നടത്തേണ്ട ഒരു ടാസ്ക് അല്ല. അങ്ങനെയാണെങ്കിൽ തലയിൽ തൊപ്പി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. വല്ല മുത്താ കല്ല വല്ല കൊടുത്താൽ പോരെ. ഇത് എന്ത് മണ്ടന്മാരാണെന്നേ പറയാതിരിക്കാൻ പറ്റില്ല. താൽക്കാലികമായി ഇപ്പോൾ ബസർ അടിച്ച് ടാസ്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.